CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് FC ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന സൂപ്പർ സ്ട്രൈക്കറായ ക്വാമി പേപ്പർക്ക് പകരമായി കൊണ്ട് ജസ്റ്റിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് എന്നായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇതാ ഒരു വ്യക്തമായ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിനൊരു തെളിവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്കറിയാം സൂപ്പർ കപ്പിനിടെയായിരുന്നു ക്വാമി പേപ്പർ എന്ന ഈ ഒരു സൂപ്പർ താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. താരത്തിന് പകരമായി കൊണ്ട് മറ്റൊരു താരത്തെ സൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോകുലം കേരളയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ഇമാനുവലിനെ തിരികെ വിളിക്കുകയോ ചെയ്യുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ട്രെയിനിങ് ക്യാമ്പിൽ അപ്രതീക്ഷിതമായ ഒരാളെ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ജസ്റ്റിൻ ഇമാനുവൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്നത് തന്നെയാണ്. കാരണം പ്രീ സീസണിലെ താരത്തിന്റെ മത്സരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് താരം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ജസ്റ്റിൻ ഇമാനുവൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വന്നതിന് ശേഷമാണ് താരം പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തിന് അധികമൊന്നും പരിചയ സമ്പത്തില്ല. ഏതായാലും ഒരൊറ്റ ISL മത്സരങ്ങൾ പോലും കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജസ്റ്റിൻ ഇമാനുവൽ എന്ന ഈ ഒരു താരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പെപ്രക്ക് പകരമായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും ജസ്റ്റിന്റെ മേലൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ. ഏതായാലും താരത്തിന് ഒരു മികച്ച പെർഫോം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ CK ടോക്സ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.